ഈ ഒരു നെല്ലിക്കച്ചാറ് 2 പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 1 പ്ലേറ്റ് ചോറ് മുഴുവൻ കഴിക്കും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഈ നെല്ലിക്കച്ചാറ് അവിക്കാതെ കേട്ടോ ഉണ്ടാക്കുന്നത്. അതും നോക്കിയാലോ. നന്നായിട്ട് വാഷ് ചെയ്ത നെല്ലിക്ക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കായവും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് 2 ദിവസം വെച്ച് വയ്ക്കാം. അച്ചാറിന് ആവശ്യമായ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി, വിനീഗർ, പാം ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, ക്രഷ്ഡ് വറ്റൽമുളക്, കരിവേപ്പില. പാനിൽ പാം ഓയിൽ ആഡ് ചെയ്ത് കടുകിടാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പില ഇടാം. വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ശരിക്കും ഒരു ബ്രൗൺ കളർ എത്തുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം കേട്ടോ. ശരിക്കും ഇതേപോലെ നന്നായിട്ടത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിയൊക്കെ അതിലേക്ക് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വിനീഗർ കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ 2 ദിവസത്തിന് മുന്നേ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക നല്ല സെറ്റ് ആയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വാട്ടർ ആഡ് ചെയ്യാതെ കേട്ടോ ഈ അച്ചാർ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ദിവസം നിലനിൽക്കും. കുറച്ച് ഏറെ നേരം ആ സ്റ്റീമിൽ തന്നെ ഇരുന്ന് അത് വേകാൻ വേണ്ടിയിട്ടും അടുക്കി പിടിക്കാതിരിക്കാനും നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലാത്ത നെല്ലിക്കച്ചാർ ഇവിടെ റെഡിയാണ്. ഇത് പഴകും തോറാട്ടോ ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. താങ്ക്